നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിന് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ശരിക്കും ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? പലരും ഈ ഒരു സംശയം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, ഞാനൊരു അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വാഹനം ഇറങ്ങുന്ന സമയത്ത്, അതായത് ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ അണ്ടർ ബോഡി കോട്ടിങ് കാണത്തില്ലേ? ഇത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ചു കൊല്ലമാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, അണ്ടർ ബോഡി കോട്ടിങ് ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും ഞാനത് ഒരു ഷോർട്ട് വീഡിയോയിൽ അത് ചെയ്യുന്ന ഒന്ന് ആഡ് ചെയ്തോളാം. അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മെയിനായിട്ടുള്ളൊരു പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി, അതായത് അടിഭാഗത്ത് റസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി, അതായത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ട് അടിഭാഗം മാത്രം എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പൊതുവേ വാഹനത്തിൻ്റെ പുറമേ ഉള്ള പെയിൻറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. നന്നായിട്ട് വാഷ് ചെയ്യും, നന്നായിട്ട് തുടയ്ക്കും, പോളിഷ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ അടിഭാഗത്ത് നമ്മൾ വാഷ് ചെയ്യുന്നത് വളരെ കുറവാണ്, തുടയ്ക്കുന്നത് വളരെ കുറവാണ്, പോളിഷ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അടി പൊതുവേ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നമ്മളവിടെ വാഷ് ചെയ്യാറില്ല, നീറ്റായിട്ട് വെക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര നീറ്റായിട്ട് വെക്കാൻ പറ്റും അത്ര നീറ്റായിട്ട് അണ്ടർ ബോഡി കീപ്പ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിൻ്റെ അടിഭാഗം പലയിടത്തും ഒരേന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരേന്ന സമയത്ത് വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിൽ ശരിക്കും പെയിൻ്റ് ഉണ്ട്. ആ പെയിൻറ്റ് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അതിലാണ് പിന്നെ റസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ തുരുമ്പെടുക്കാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൻ്റെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യണം എന്ന് തന്നെ പറയും. നല്ല അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യണമെന്ന് ഞാൻ പറയും. അല്ലാതെ വെറുതെ സാധാരണ പെയിൻറ്റ് മേടിച്ചടിച്ച് ഒരു കാരണവശാലും ചെയ്തിട്ട് കാര്യമില്ല. പ്യുവർ അണ്ടർ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ശരിക്കും ഒരു കോട്ടിങ് തന്നെയാണ്. അത് ശരിക്കും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്ന ടൈപ്പാണ്. അതായത് മെയിനായിട്ട് ഏതെങ്കിലും ഒരു രീതിക്ക് ഇതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ, ഈ അണ്ടർ ബോഡി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ക്രാച്ച് വരത്തില്ലെന്നല്ല, സ്ക്രാച്ച് വന്നാൽ സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള ടൈപ്പുകളുണ്ട്. അതായത് റബ്ബറൈസ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു സ്ക്രാച്ച് വന്നാൽ പോലും ഇത് തിരിച്ച് പിന്നെയും റീജോയിൻ ചെയ്യുന്ന ടൈപ്പ് അണ്ടർ ബോഡി കോട്ടിങ്സ് അവൈലബിൾ ആണ്. അണ്ടർ ബോഡിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുന്നത്, ഒരു വൈബ്രേഷൻ ഡാമ്പർ പോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റർ പോലെ തന്നെ അണ്ടർ ബോഡി മെറ്റീരിയൽ വർഷങ്ങളോളം നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു ഹീറ്റ് ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് നമുക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ അടിഭാഗത്ത് ഹീറ്റ് ഉണ്ടാകും. നമ്മുടെ ഫ്ലോറിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് ദൂരം ഓടിക്കഴിയുമ്പോൾ ചൂടൊക്കെ ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹീറ്റിനൊക്കെ ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസുലേറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ബോഡി ലൈഫ് കൂട്ടാൻ സാധിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മൾ വാഹനം കൊടുക്കുമ്പോഴാണ് ഈ അണ്ടർ ബോഡി കോട്ടിങ് ഒക്കെ കണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഇത് മേടിക്കുന്ന സമയത്ത് അടിഭാഗമൊക്കെ നീറ്റാണെന്നുണ്ടെങ്കിൽ, കാരണം ഇനിയുള്ള കാലത്ത് എല്ലാവരും വാഹനം മേടിക്കുന്ന സമയത്ത് ഫുള്ള് ചെക്ക് ചെയ്ത് ചിലപ്പോൾ ലിഫ്റ്റിലൊക്കെ കയറ്റിയിട്ട് നോക്കിയിട്ടൊക്കെ വാഹനം മേടിക്കത്തുള്ളൂ. അന്നേരം മേടിക്കുമ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, വാഹനത്തിന് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.